ഹായ്, എല്ലാവർക്കും ബിജ നമ്പർ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ബസ് റിവ്യൂ ആണ്. ഭാരത് ബെൻസിൻ്റെ 12 മീറ്റർ ആയിട്ടുള്ള 1624 മോഡലിൽ പാലക്കാട് സാറ്റ് ബസ് പണി കഴിപ്പിച്ചിറക്കിയിട്ടുള്ള പുതിയ പുലരിയാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് റിവ്യൂയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഭാരത് ബെൻസിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കാം. OM 926 എന്ന എഞ്ചിനാണ് ഇതിനകത്ത് ഭാരത് ബെൻസ് യൂസ് ചെയ്തിട്ടുള്ളത്. 7200 cc ആണ് വണ്ടിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത്. 6 സിലിണ്ടർ എഞ്ചിനാണ്. പവർ 240 HP അറ്റ് 2200 RPM. ടോർക്ക് 850 Nm അറ്റ് 1200 to 1600 RPM ആണ്. വണ്ടിയുടെ വീൽ ബേസ് വരുന്നത് 5950 വീൽ ബേസിലാണ് വണ്ടി ചെയ്തിട്ടുള്ളത്. 350 ലിറ്റർ ഡീസലും 60 ലിറ്റർ ആഡ് ബ്ലൂ ആണ് വണ്ടിക്ക് വേണ്ടി യൂസ് ചെയ്യേണ്ടി വരിക. നമുക്ക് സാറ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ആ വണ്ടിയുടെ കൗൾ പോർഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സെഡസ്ത്ര ലുക്കിലുള്ള കൗളിലാണ് സാറ്റ് ബസ് ഈ ഒരു ബസ്സിൻ്റെ ഫ്രണ്ട് കൗൾ പണിതിട്ടുള്ളത്. സെൻട്രലായിട്ട് ഭാരത് ബെൻസിൻ്റെ ലോഗോ, ഭാരത് ബെൻസിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ നമ്പർ KL56Y7423 എന്നുള്ളതാണ്. വണ്ടിയുടെ പേര് കൊടുത്തിരിക്കുന്നത് LED ഡിസ്പ്ലേ ബോർഡിലാണ്. പുലരി എന്നുള്ള പേരും അതുപോലെ റൂട്ട് കാര്യങ്ങളെല്ലാം LED ഡിസ്പ്ലേ ബോർഡിലാണ് കൊടുത്തിരിക്കുന്നത്. കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിലാണ് വണ്ടി സർവീസ് നടത്തുന്നത്. വലിയൊരു ഫോണ്ടായിട്ട് പുലരിയുടെ പേരും അതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ പുലരിയുടെ പേര് LED ഡിസ്പ്ലേ ബോർഡിലെ മുകളിലായിട്ട് ഇങ്ങനെ കാണാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓവറോൾ ഫ്രണ്ട് ലുക്ക് വരുന്നത്. ഇതാണ് വണ്ടിയുടെ നീളം കണ്ടില്ല, 12 മീറ്റർ നീളമാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. സൈഡിൽ സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊന്നും കൊടുക്കാത്തതുകൊണ്ട് നല്ലൊരു ഭംഗിയുണ്ട്. ഫ്രണ്ടിൽ പിങ്കും ബാക്കിലും പിങ്ക് വീൽ കപ്സ് കൊടുത്തിട്ടുണ്ട്. വണ്ടി ട്രാക്കിലേക്ക് ഇടാണ്. ഇതാണ് വണ്ടിയുടെ അടുത്ത സൈഡിൽ ലുക്ക് കേട്ടോ. സാറ്റിൻ്റെ ഒരു ഫുൾ ഷീറ്റിൽ ചെയ്തിട്ടുള്ള സൈഡ് ബോഡി, അതുപോലെ ബീഡിങ്ങിൽ കൊടുത്തിട്ടുള്ള ഹോളുകൾ കാര്യങ്ങൾ, എമർജൻസി എക്സിറ്റ് വിൻഡോ, അതുപോലെ വണ്ടിയുടെ ലീഫൊക്കെ പാരാബോളിക് ലീഫാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. രണ്ട് ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് എയർ സസ്പെൻഷൻ്റെ ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ ബാക്ക് ലുക്ക് ചെയ്തിട്ടുള്ളത് സാറ്റിൻ്റെ സ്ഥിരം ലുക്കിൽ തന്നെയാണ് ബാക്ക് ചെയ്തിട്ടുള്ളത്. സാറ്റിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ ക്യാബിൻ്റെ ലുക്കിലേക്ക് നോക്കിയാൽ ഭാരത് ബെൻസിന് നല്ല കിടക്കാച്ച്, നല്ല വലിയ സ്റ്റിയറിംഗ് വീല് നിങ്ങൾക്ക് കാണാം. 4 കാലുകളൊക്കെ വന്നിട്ടുള്ള അടിപൊളി സ്റ്റിയറിംഗ് വീല്. അതുപോലെ ഭാരത് ബെൻസിൻ്റെ ലോഗോ സെൻട്രൽ കൊടുത്തിട്ടുണ്ട്. ദ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ, മനോഹരമായൊരു ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ അവിടെ കാണാം. അതുപോലെ വണ്ടിയുടെ ഡാഷ്ബോർഡ് ഫുള്ളൊരു ക്രീം കളറിലാണ് ഇതിൻ്റെ ഡാഷ്ബോർഡ് ഫുള്ള് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഡോറിൻ്റെ സ്വിച്ച് ഇവിടെ കാണാം. ബാക്കിയുള്ള പവറിൻ്റെ സ്വിച്ചൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് CCTVയുടെ ഡിസ്പ്ലേ വരുന്ന മോണിറ്റർ ഉണ്ട്. ഫാന്, സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ, സ്ലൈഡിങ് ക്യാബിൻ, മിറർ, അതുപോലെ LED ബോർഡാണ് കാണുന്നത്. ബോണറ്റിൽ നല്ലൊരു വലുപ്പത്തിലാണ് സാറ്റ് ബസ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അവിടെ ആയിട്ട് ഇതിൻ്റെ ഗിയർ ലിവർ ഈ ഒരു ഗ്യാപ്പിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് ഫുള്ളായിട്ട് സ്റ്റീലിൽ ചെയ്തിട്ടുള്ള സൈഡ് പോർഷൻസ് ആണ്. അപ്പോൾ വണ്ടിയുടെ സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത് 58 ആണ്. നല്ല സീറ്റിൻ്റെ ലുക്കിലേക്ക് നോക്കിയാൽ നല്ല കുഷനിൽ ചെയ്തിട്ടുള്ള ശാസ്താൻ്റെ നല്ല അടിപൊളി സീറ്റുകളാണ് സാറ്റ് ബസ് വണ്ടിക്ക് വെച്ചിട്ടുള്ളത്. സൈഡിലായിട്ട് ഫുള്ള് ക്രോം പ്ലേറ്റ്സ് ആണ് വെച്ചിട്ടുള്ളത്, ഈ ഒരു പോർഷൻ വരെ. അതുപോലെ ഇവിടെ വരെയും ക്രോം പ്ലേറ്റ്സ് വെച്ചിട്ടുണ്ട്. ശേഷം ACPൻ്റെ വർക്ക് ഇത്രയും പോർഷനിൽ വരുന്നുണ്ട്. അതുപോലെ സ്റ്റീലിലുള്ള 2 സൈഡിലുള്ള ബെർത്ത് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഡോറിൻ്റെ മുമ്പിലായിട്ട് 2 റോ സീറ്റ് കൂടെ ഇതിന് വന്നിട്ടുണ്ട്. സീറ്റിൻ്റെ ബാക്കിലായിട്ടും ക്രോം പ്ലേറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. 3 സെപ്പറേറ്റ് ഹാൻഡിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ സീറ്റുകൾക്ക് നല്ല അത്യാവശ്യം ലെഗ് സ്പേസ് സാറ്റ് ബസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലും അതുപോലെ ഈ ഒരു ബാക്ക് പോർഷനിലായിട്ടും എയർ വെന്റിലേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഫ്രണ്ടിലെക്കാട്ട് ചെറിയൊരു LED ഡിസ്പ്ലേ ബോർഡ് ഇവിടെ കാണാം. CCTV ക്യാമറകൾ ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡോർ സ്വിച്ചുകൾ. 1.5 തൊട്ടുള്ള സീറ്റുകളുടെ മുകളിലായിട്ട് USB ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ എമർജൻസി സ്വിച്ച് കാര്യങ്ങളവിടെ കാണാം. അപ്പോൾ വണ്ടിയിലൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള TV യൂണിറ്റാണ്. പുലരിക്ക് 58 സീറ്റുകളാണ് ടോട്ടലുള്ളത്. 60 സീറ്റുള്ളൊരു ബസ്സാണ് അപ്പുറത്താണത്. അനന്തു, നമ്മുടെ പഴയ റോബിൻ AC ബസ്സാണിത്.
അത്തോളി. അപ്പം നമുക്ക് ക്രൂവിനെ പരിചയപ്പെടാം. ഡ്രൈവർ എന്താ പേര്? മുഹമ്മദ്. വീട് കുറ്റ്യാടി. കുറ്റ്യാടി തന്നെയാണ് വീടല്ലേ? അപ്പം ഇതിന് മുന്നേ ഭാരത് ബെൻസ് ഓടിച്ചിട്ടുണ്ടോ? ലോറി പോകുന്നുണ്ടല്ലേ? ഓക്കെ ഓക്കെ. നമ്മുടെ പുലരിയുടെ ഭാരത് ബെൻസിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് ഓടിക്കാൻ? ആ ഓക്കെ. ഇത് 80 ലോക്കാണ്. 80 ലോക്കാണല്ലോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ടൈമിങ് പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഓടിയിട്ടുണ്ടല്ലേ? ഓക്കെ. 12 മീറ്റർ ആയതുകൊണ്ട് നീളം കൂടിയതുകൊണ്ട് ഡ്രൈവിങ് എങ്ങനെയുണ്ട്? ടൗണിലേക്ക് എത്തുമ്പോൾ അല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് ക്രൂവിൽ അടുത്ത ആളെ പരിചയപ്പെടാം. അത് പേര്? ഉണ്ണികൃഷ്ണൻ. വീട് എവിടെ? കടിയങ്ങാട്. ആ ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ പുലരിയുടെ ബെൻസ് ഭാരത് ബെൻസ് വണ്ടി എങ്ങനെയുണ്ട്? ഭാരത് ബെൻസ് അടിപൊളിയാണ്. ആ നല്ല വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ യാത്രക്കാരുടെ നല്ല സഹകരണമാണ്. അപ്പോൾ അത് ആളുകൾ ഇതപ്പോൾ പോകാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കയറിയ യാത്രക്കാർ തിരിച്ചപ്പോൾ പോകാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നല്ല യാത്ര ഇഷ്ടപ്പെട്ടിട്ടില്ലേ? എല്ലാം ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ TV ഉണ്ട്. എല്ലാ സെറ്റപ്പും ഉണ്ട്. ഓക്കെ. വണ്ടി സെറ്റപ്പ് ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. പുലരിൻ്റെ രണ്ടാമത്തെ വണ്ടിയാണല്ലേ? അടുത്ത ആള് കണ്ടക്ടർ. എന്താ പേര്? വിവേക് കണ്ണൻ വിളിക്കും. വിവേക് കണ്ണൻ. ഓക്കെ. വീടെവിടെ? വാഗയാട്, നടുവണ്ണൂർ. വാഗയാട്. എത്രയായി നമ്മുടെ പുലരിയിൽ എത്രയായിട്ട് ജോലി ചെയ്യുന്നുണ്ട്? പുലരിയിൽ ഞാൻ ഇപ്പം കുറച്ചായിട്ടുള്ളൂ. ഒരു സ്വന്തം വണ്ടി എങ്ങനെയുണ്ട് നമ്മുടെ പുതിയ വണ്ടി? വണ്ടി സൂപ്പറല്ലേ? അടിപൊളിയാ? അടിപൊളി. അപ്പോൾ നമ്മുടെ സാറ്റ് നിർമ്മിത ഭാരത് ബെൻസ് 12 മീറ്റർ പുലരിയുടെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെ പുതിയ ബസ്സുകളുടെ വിശേഷമായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ ഫ്രം ബിജു നിലമ്പൂർ.
ഓക്കെ.